ഫ്ലവേഴ്സിൽ തന്നെ ഒഴിവാക്കിയില്ലേ, പിന്നെ ഞാൻ പോകുന്നത് ശരിയാണ്. ശരി സാർ, അവർ വിളിക്കട്ടെ, ഉടനെ തന്നെ വിളിക്കട്ടെ. അവർ വിളിച്ചാൽ പോവാം. ഓക്കെ സാർ. പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ. വർഷങ്ങളോളം അതിന് അത്രയുമധികം ആരാധകരാണ് ഉണ്ടായിരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ പാട്ടും തമാശകളും കാണാൻ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അതിലെ ജഡ്ജസിനെയും എല്ലാവർക്കും പ്രിയങ്കരമാണ്, പ്രത്യേകിച്ച് MG ശ്രീകുമാർ സാറിനെ. ടോപ്പ് സിംഗർ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ജഡ്ജായി വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു ജഡ്ജസിനെ പോലെയല്ല അവിടെയുള്ള എല്ലാവരും പെരുമാറുന്നത് കുട്ടികളോട്. അത്രയുമധികം സ്നേഹത്തോടെയാണ് ഓരോ ജഡ്ജസും പെരുമാറുന്നത്. അതുമൊക്കെ തന്നെയാണ് മലയാളികൾക്ക് ഈ ഒരു പരിപാടിയെ ഇഷ്ടപ്പെടാനും കാരണം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒരുപാട് പേരെ നിരാശപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഒരുപാട് വർഷക്കാലമായി ഈ ഒരു പരിപാടിയിലൂടെ ഭാഗമായിരുന്ന MG ശ്രീകുമാർ സാറിനെ ഈ ചാനലിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. MG ശ്രീകുമാർ തന്നെയാണ് ഈ കാര്യം തുറന്ന് സംസാരിച്ചത്. ഓൺലൈൻ മീഡിയക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ടോപ്പ് സിംഗറിൽ ഇല്ല എന്ന് ചോദിച്ചപ്പോൾ MG തന്നെയാണ് ഇങ്ങനെ മറുപടി പറഞ്ഞത്. അവരാണ് എന്നെ പുറത്താക്കിയത്, ഇനി ഞാൻ ആ ഒരു ചാനലിലേക്ക് ഇല്ല. എന്നെ പുറത്താക്കിയ അവർ എന്നെ വിളിക്കട്ടെ, അപ്പോൾ നോക്കാം എന്നായിരുന്നു മറുപടി. പക്ഷേ എന്താണ് യഥാർത്ഥ കാരണം എന്നോ എന്തുകൊണ്ടാണ് പുറത്താക്കിയത് എന്നോ ഉള്ള യഥാർത്ഥ കാരണം MG ശ്രീകുമാർ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം തൽക്കാലം അത് ആരും അറിയണ്ട എന്ന് തന്നെയാണ് കാരണം. MGയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകർ വീഡിയോക്ക് താഴെ വന്നിട്ട് MG ശ്രീകുമാർ ഇല്ലാതെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ കാണില്ല എന്നൊക്കെ കമൻറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ആരാധകരുടെ ഇഷ്ടമനുസരിച്ച് വീണ്ടും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് MGയെ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ലൈക്കുകൾ കിട്ടിയാൽ മാത്രമേ ഈ ഒരു വീഡിയോ ബാക്കിയുള്ള ആരാധകരുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ.